Hello guys, welcome to today's video. ഇന്നത്തെ വീഡിയോ നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഫാംസിലെ വാഗമോൺ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പം ഇതെന്താ ലേറ്റായി 4 weeks ആയി ഞാൻ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം ലേറ്റായത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം പ്രോജക്റ്റ് ഇപ്പം നമ്മൾ ഇൻഡിവിജ്വൽ പ്രോജക്റ്റ് അല്ല, അപ്പം അതിങ്ങനെ ഗ്രൂപ്പ് പ്രോജക്റ്റാണ്. അപ്പോൾ ഓൺലൈനിൽ നമ്മളിപ്പോൾ ഇപ്പം ആരും കാണാൻ പറ്റാത്ത ലൈക്ക് വെയിലാണ് വരേണ്ടിട്ട് അപ്പോൾ ആരെയും കാണാൻ പറ്റാത്തപ്പം ലൈക്ക് നമ്മൾ ടീം പ്രോജക്റ്റ് ചെയ്യാൻ പാടല്ല. അപ്പം എല്ലാവരും വിളിക്കണം. ഞാനായിരുന്നു ടീം ലീഡർ. അപ്പോൾ എല്ലാവരും വിളിക്കണം, എല്ലാ സബ്ജക്റ്റിനും ഉണ്ട്. അപ്പം വെയിലാട്ടോ. അപ്പം അപ്പോൾ എല്ലാവരും വിളിച്ച് ചെയ്ത് ഒത്തിരി ലൈക്ക് സമയം എടുത്തു അത് ഫുൾ തീർക്കാൻ. അപ്പം ഇപ്പം എല്ലാം തീർന്നു. പിന്നെ എഡിറ്റിങ്ങിന് കുറേ സമയം എടുത്തില്ല, കുറച്ച് എഡിറ്റിങ് 1 day എടുത്തുള്ളൂ. ബട്ട് ലൈക്ക് ഈ പ്രോജക്റ്റ് പിന്നെ ഞങ്ങളുടെ എക്സാം വരുവാണ്. അപ്പം അതിൻ്റെയൊക്കെ ആയിട്ട് അപ്പം സോറി, ഇനി തൊട്ട് അപ്ലോഡ് ചെയ്തോളാം പെട്ടെന്ന്. ഇതിപ്പോൾ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പാടായിരുന്നു കുറച്ച്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, ഞാൻ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്തോളാം. അപ്പം ദാറ്റ്സ് ഇറ്റ്. അപ്പം നമുക്ക് ഇനി വീഡിയോ കണ്ടിട്ട് വരാം. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ, നല്ലതാണ്, ഇൻട്രസ്റ്റിംഗ്. മോളിയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത്. ടെൻറ്റ്, നാച്ചുറൽ പൂൾ, അവിടെയൊക്കെയാണ് പോകുന്നത്. സോ അപ്പം നമുക്ക് എന്തായാലും വീഡിയോ കാണാം. Hello guys, welcome to the second part of the travel vlog to Little Flower Farms. അപ്പം നമ്മളിന്ന് മോളിയിട്ടാണ് പോകുന്നത്. ടെൻറ്റ് പിന്നെ നാച്ചുറൽ പൂൾ കാണാൻ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതാണ് കിച്ചൺ. അപ്പം ഈ പോകുന്ന വഴി ഭയങ്കര നേച്ചറിലോട് കണക്റ്റ് ആയിട്ടുള്ള നല്ല അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു വഴിയാണ്. നല്ല രസമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ലൈക്ക് നല്ല രസമാണ്, എന്താ എനിക്കറിയില്ല. പിന്നെ നിങ്ങളിവിടെ കുറേ ബാംബൂ ട്രീസ് കാണുന്നില്ല, അതിൻ്റെ പുറകിൽ ഒരു മൗണ്ടൻ ഉണ്ട്, ലൈക്ക് മിസ്റ്റി മൗണ്ടൻ, അടിപൊളിയാണ്. അപ്പം അതിൻ്റെ ഇപ്പോൾ ഒരു ഗ്ലിംസ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കുറച്ചുകൂടെ നടക്കുമ്പോൾ ഒരു വ്യൂ പോയിന്റ് ആണ്, അവിടെ അടിപൊളിയായിട്ട് കാണാം, സൂപ്പർബാണ്. അപ്പം പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, കിഡ്സിനൊക്കെ പോകുമ്പോൾ ഭയങ്കര സൂക്ഷിക്കണം. ഇപ്പം ഞാൻ തന്നെ പോയപ്പോൾ ഭയങ്കര ലൈക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. കാരണം ലൈക്ക് സൈഡിട്ട് ലൈക്ക് ഭയങ്കര നാരോ അല്ലെങ്കിലും ഒരാൾക്ക് നടക്കാൻ പറ്റുന്ന അത്ര സ്പേസേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് കാലൊന്നും സ്ലിപ്പാണ്ട് നോക്കണം. എനിക്ക് നല്ല പേടിയായിരുന്നു ക്യാമറയും കൂടെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ. ലൈക്ക് ശരിക്കും ഇപ്പോൾ നാരോ അല്ല, ഇത്തിരി അങ്ങോട്ട് ചെല്ലുമ്പോഴാട്ടോ. അപ്പം ഞാൻ പറഞ്ഞ വ്യൂ പോയിന്റ് എത്തി. എന്ത് രസമാണ് നമുക്ക് ക്യാമറയിൽ കാണുമ്പോൾ, ലൈക്ക് എന്താണെന്ന് എനിക്കറിയില്ല, ബട്ട് നേരിട്ട് കാണാൻ അടിപൊളിയാണ്, സൂപ്പർബ്. ഓക്കെ ഗായ്സ്, അപ്പം നമ്മളിതാ മുകളിൽ എത്തി. അപ്പം ഞാൻ നാച്ചുറൽ പൂൾ കാണിക്കുന്നതിന് മുമ്പ് നമ്മൾ വന്ന വഴി കാണിച്ചു തരാം. ആ 2 റെഡ് ഫ്ലവേഴ്സ് കിടക്കുന്നുണ്ടോ, കുഞ്ഞ് ലൈക്ക് ക്യൂട്ട് ഫ്ലവേഴ്സ്. അത് ലൈക്ക് അതിൻ്റെ ഒരു ബ്രാഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് വീട്ടിൽ നടാൻ. അപ്പം അതാണ് നമ്മൾ വന്ന വഴി. ഇത് ട്രെയിൽ 1, അത് മോളിയിട്ട് പോകുന്നതാണ്.
അത് ടെൻറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ അത് കാണുമ്പോൾ നമ്മുടെ നാച്ചുറൽ പൂൾ കാണാം. ഇതാണ് നാച്ചുറൽ പൂൾ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കുറേ ഇങ്ങനെ റോക്ക് പോലെ കാണാം. അത് വാട്ടർഫോളാണ്, റിയൽ വാട്ടർ വരും. പിന്നെ ഇതാ ഈ പൂള് ലൈക്ക് ടൈലൊന്നും ഇട്ടിട്ടില്ല, ബട്ട് നിങ്ങൾ വിചാരിക്കും ചെളി പിടിച്ച പോലെ ഇരിക്കുന്നതെന്നാണ്. അങ്ങനെയൊന്നുമല്ല, അതൊക്കെ ലൈക്ക് പൂവൊക്കെ വീണ് അങ്ങനെ ആയതാണ്. ലൈക്ക് പിന്നെ അവരൊരു വിൻറ്റേജ് എഫക്റ്റ് വരുത്തിക്കുന്നതാണ്. ടൈലില്ല, അത് ശരിയാണ്. ലൈക്ക് സ്വിമ്മിങ് പൂളല്ല, ബട്ട് നാച്ചുറൽ പൂളാണ്. ഓക്കെ, സോ ഇവിടെ കുറേ ബെഞ്ചസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ എളുപ്പ വഴി. ഇത് ഇത്തിരി ഫ്ലാറ്റ് സർഫസ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് കയറി വരാം. മറ്റെന്ന് പറയുമ്പോൾ ഇത്തിരി കൂടെ ഹില്ലി ടൈപ്പാണ്. പിന്നെ ഇത്തിരി കൂടെ അഡ്വഞ്ചറസ് ആൻഡ് കൂളറാണ്. ഇത് ഇത്തിരി കൂടെ സിമ്പിൾ ആൻഡ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പം കുറേ ഹുല്ല ഹൂപ്സ് ഞാൻ കണ്ടുപിടിച്ചു, അവിടെ കിടപ്പുണ്ടായിരുന്നു. അത് ഞങ്ങൾ തൊട്ടൊന്നുമില്ല, കാരണം അത് ആരുടെയാണെന്ന് അറിയില്ലല്ലോ. ലൈക്ക് വേറെ ആരെങ്കിലും മറന്നു വെച്ചാണ്, അത് ഇവർ മേടിച്ച് അറിയില്ല. പിന്നെ ഞങ്ങൾ ചോദിച്ചല്ലേ, ഞങ്ങൾക്കത് യൂസ് ഇല്ല. ഇതിപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യാൻ വന്നേക്കണല്ലേ, മറ്റേതൊക്കെ ചെയ്തിട്ട്. ഓക്കെ, അപ്പം എനിക്ക് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ സെക്കൻഡ് ഫേവറേറ്റാണ്. വേറെ ഫേവറേറ്റ് പ്ലേസ്, ഓ മൈ ഗോഡ് ദാറ്റ്സ് ബ്യൂട്ടിഫുൾ, ബട്ട് അത് വരുന്നേ ഉള്ളൂ. പിന്നെ ടെൻറ്റ്, ദാറ്റ്സ് മൈ ലീസ്റ്റ് ഫേവറേറ്റ് ഐ ഗെസ്. കാരണം അതിനേക്കാളും എനിക്ക് മൈ സെക്കൻഡ് ഫേവറേറ്റ് ഇസ് ദിസ് പൂൾ, ബിക്കോസ് നല്ല ഒരു ഏരിയ ആണ്, നല്ല കാം ആൻഡ് ക്വയറ്റാണ്, നല്ലതാണ്. ഓക്കെ, പിന്നെ ഇവിടെ നല്ല ഫോട്ടോ എടുക്കാൻ നല്ല പ്ലേസാണ്. നല്ല എന്താ പറയുക, നല്ല ഗ്രീനറി ഒക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ ഫോട്ടോ ഒക്കെ, ഫ്ലവേഴ്സ് ആൻഡ്. അപ്പം ഞാനിനി സ്വിമ്മിങ് ഡ്രസ്സ് ഇട്ടിട്ട് വരാം. കാരണം എന്താ വെച്ചാൽ നമ്മളിനി ടെൻറ്റ് കാണാനാണ് പോകുന്നത്. മുകളിലേക്ക് ടെൻറ്റും ലൈക്ക് ആ സംഭവങ്ങളൊക്കെ കാണാൻ പോവാം, ട്രെയിൽ 1 കൂടെ. സോ ബൈ, ഞാനിനി ഡ്രസ്സ് മാറിയിട്ട് വരാം. ടാറ്റാ. സോ ഗായ്സ്, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വന്നു. അപ്പം നമ്മൾ പൂളിനെ വിട്ട് പോകുകയാണ്. നമ്മൾ മോളിയിട്ടാണ് പോകുന്നത്. അപ്പം നമുക്കിനി മോളിയിട്ട് പോകാം. അതിന് പൂളിൽ ഒന്നുകൂടെ കാണിക്കാം. എന്താ നല്ല രസമാണ്, എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. പൂള് നീറ്റാണ് കേട്ടോ, ഞാൻ പറയുകയാണ് വൺസ് മോർ. അത്യാവശ്യം ഡെപ്തും ഉണ്ട് കേട്ടോ, എനിക്ക് ഓക്കെയാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇനി മോളിയിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്ത് എൻ്റെ ഓൾമോസ്റ്റ് നെക്ക് വരെ ഉണ്ട്. ഓക്കെ, യാ, എന്തിലോട്ടെ ഇതാണ് ആ ഫ്ലവർ കണ്ടോ, ഈ പിങ്ക്. ഇറ്റ്സ് സോ ഫ്ലഫി. ഇതിപ്പോൾ വെള്ളം നനഞ്ഞിരുന്നിട്ട് മറ്റേ ട്രോളിലെ പോപ്പിയുടെ തലമുടി പോലെ ഉണ്ട്. എൻ്റെ ദൈവമേ, ലൈക്ക് ഇങ്ങനെ കോല പോലെ. ബട്ട് ശരിക്കും അങ്ങനെയല്ല, അത് നല്ല ഫ്ലഫി ആയിട്ടാണ്. അതിൻ്റെ ഒരു ബ്രാഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞാൽ തന്നെ. അപ്പോൾ അത് വീട്ടിൽ നടാനായിട്ട്. പിന്നെ ഇവിടെയൊക്കെ അവർ ഓൺ അഗ്രികൾച്ചറൽ ദിസ് തിങ്സ് ഒക്കെ ചെയ്തിരിക്കുകയാണ്. അവർ തന്നെ ഓൺ എന്താണ് വേറെ എന്താ. പിന്നെ ഇവിടെ കണ്ടോ, എന്താണ്ട് ഇങ്ങനെ എന്താണ്ട് ഇതിനെ വളർത്തിയേക്കുന്ന കേട്ടോ അവിടെ. പിന്നെ ഇത് ഇങ്ങനെ ഒരു ഏരിയ, ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലതാണ്. ഇതാണ് നമ്മുടെ ചേഞ്ചിങ് റൂം. നമുക്ക് സ്വിമ്മിങ്ങിന് ഇറങ്ങണമെങ്കിൽ അവിടെ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് പോവാം, മനസ്സിലായോ? ഓക്കെ, അപ്പം നമ്മൾ മുകളിലിട്ടാണ് പോകുന്നത്. ട്രെയിൽ 1 വീണ്ടും എഴുതിയിട്ടുണ്ട്. ഇത്തിരി വീഡിയോ ഷെയ്ക്ക് കേട്ടോ, അത് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ഇത് ബെഞ്ചാണ്. ഇതിവിടെ ബെഞ്ച്, ഇവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ബെഞ്ചുകളുണ്ട് നമുക്ക് ഇരിക്കാനായിട്ട്. ഓക്കെ, അപ്പം നല്ല രസമുണ്ട്. വേറെ എന്താ, നമ്മളിങ്ങനെ മുകളിലിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെൻറ്റാണ് മുകളിലത്തെ ഏറ്റവും ഇതിൽ. ഇത് അത്യാവശ്യം ഇത്തിരി ലോങ് വേ ആണ്, കുറച്ച് കയറാനും ഉണ്ട്. അപ്പം ഇവിടെ ഓൺ അഗ്രികൾച്ചറൽ ഇത് അങ്ങനെയൊക്കെ സംഭവങ്ങൾ. ഓക്കെ, സോ അപ്പോൾ ഇനി നമ്മൾ ആ മോളിയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വേറെ സംഭവമുണ്ട്, ഇതുണ്ട് കേട്ടോ. ഇത് കളരി വാട്ട് വാസ് ദാറ്റ്, എന്താണ് ഇത്? കളരി കളിക്കുന്ന സംഭവമാണ്. കളരി കളിക്കുന്ന ആ ഒരു പിറ്റ് ആണത്. ഇത് നല്ല ക്യൂട്ടാണ് കേട്ടോ, ഇങ്ങനെ നല്ല ഇതായിട്ട് ഉണ്ടാക്കിയിട്ട് നല്ല രസമുണ്ട്. ഇവിടെ പിന്നെ അവർ കുറച്ച് ഡെക്കറേഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാടെ യോഗ മാറ്റ്സ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ എടുത്തില്ല കേട്ടോ, നമ്മളിവിടെ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഇത്. പിന്നെ കുറേ ഡംബിൾസ് ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് റെസ്റ്റ് കാണാം. ഇനി നമ്മൾ ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. ലൈക്ക് നമ്മൾ ടെൻറ്റിലോട്ട് തന്നെ പോകുന്നത് കുറച്ചുകൂടി ദൂരമുള്ളൂ എന്ന് തോന്നുന്നു.
ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ കളരി സംതിങ്. ഓക്കെ, ഇവിടെ കുറേ ബെഞ്ചസ് വീണ്ടും. ഓക്കെ, പിന്നെ ഇതാ ഇവിടെയും ബെഞ്ചസ്, അവിടെയും ഇവിടെ എല്ലായിടത്തും ബെഞ്ചസ്. ഇങ്ങനെ കുറച്ച് ബെഞ്ചസൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെയൊക്കെ ഇരിക്കുക കേട്ടോ. പിന്നെ ഇലയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്, അവിടെ എന്താ എഴുതിയിരിക്കുന്നത്, ഈ ഒരു കളിക്കളം. യെസ്, അത് ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ട് എനിക്ക് വായിക്കാം. എനിക്ക് മലയാളം വായിക്കാനും എഴുതാനും അറിയില്ല. സോ ഇത് വന്ന് നമ്മുടെ കളിക്കളം. ഓക്കെ, അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കളം എന്ന് ഉദ്ദേശിച്ചത് മേ ബി ഇങ്ങനെ ലൈക്ക് കളരി പോലത്തെ വല്ല സംഭവമായിരിക്കാം. അവിടെ വീണ്ടും ബെഞ്ചൊക്കെ ഇട്ടുണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അവിടെ. കളരി എനിക്കറിയില്ല, കളിക്കളം എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാത്തിനെയും ഇവർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ യെല്ലോ ഫ്ലവർ കണ്ടോ, അത് നമ്മുടെ ആ പിങ്കിൻ്റെ ഒരു വേറെ വേർഷനാണ്. ഓക്കെ, എല്ലായിടത്തും ഇങ്ങനെ അവർ ഓരോ ഇതുപോലെ എല്ലാത്തിനെയും ഇത് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് തട്ടകം എന്ന് എഴുതിക്കണുണ്ടോ, ഓരോ സൈൻ ബോർഡ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഐ മീൻ ലൈക്ക് തട്ടകം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഞങ്ങളുടെ കസിൻസൊക്കെ പറഞ്ഞു, തട്ടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡാൻസ് ഫ്ലോർ സംതിങ് ലൈക്ക് ദാറ്റ്. എനിക്കറിയത്തില്ല അതിൻ്റെ റിയൽ മീനിങ് എന്താണെന്ന്. അങ്ങനെ കുറേ വേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം റിയൽ മീനിങ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എനിക്കറിയില്ല, ഡാൻസ് ഫ്ലോറിനാണെന്ന് തോന്നുന്നു. അപ്പം നമ്മളിതാ ടെൻ്റ് എത്തി. എനിക്ക് ഇവിടുന്ന് കാണാം. അപ്പം നിങ്ങളെയും കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇതാണ് നമ്മുടെ ടെൻറ്റ്. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, ഓ മൈ ഗോഡ്, ടെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വിൻറ്റേജ് ലുക്കിംഗ് ടെൻറ്റ്, അടിപൊളി നല്ല വുഡും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നത്തിങ് ലൈക്ക് ദാറ്റ്. നോർമൽ നമുക്ക് വാങ്ങിക്കുന്ന ടെൻറ്റാണ്. ഇപ്പോൾ ഡെക്കാത്തലോണിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും, ഇതിനേക്കാളും വലുത് കിട്ടും. ബട്ട് ഇതാണ് എൻ്റെ അറിവിൽ ഇതാണ് നല്ലത്. കാരണം ഈ വുഡും കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ അവിടെ എല്ലാം ഈ ഒരു വിരിച്ച് തരും കേട്ടോ നല്ലോണം. ബട്ട് രാത്രി തണ്ടർ സ്റ്റോമാണെന്നാണ് പറയുന്നത്. സോ ഞങ്ങൾ അവിടെ കിടക്കാൻ ചാൻസില്ല. പിന്നെ ഇത്രയും പൊക്കത്തിൽ ആരാ രാത്രി വന്ന് കിടക്കുന്നത്? എൻ്റെ ദൈവമേ, അത്രയ്ക്ക് ഭയങ്കര സ്പോർട്സ് സ്പിരിറ്റുള്ള ആൾക്കാരായിരിക്കും കിടക്കുക. അപ്പം ഇത് നമ്മുടെ മുകളിൽ, ഇതാണ് തട്ടകം എന്ന് തോന്നുന്നു, ഇങ്ങനെ ഡാൻസ് ഫ്ലോറുള്ള. പിന്നെ ഇത് അവിടെ ഒരു ഹാമോക്ക് കിടക്കുന്നുണ്ട് ലൈക്ക് സംഭവം. പിന്നെ ഇതൊക്കെ സാനിറ്റൈസ് ചെയ്തായിരിക്കും കേട്ടോ ഇവർ, എനിക്കറിയത്തില്ല അതൊന്നും. സോ ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ വ്യൂ. ഓ മൈ ഗോഡ്, അടിപൊളിയാട്ടോ. എൻ്റെ ദൈവമേ, എത്ര പറഞ്ഞാൽ മതിയല്ല. കാരണം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ബട്ട് നേരിട്ട് അടിപൊളി. ആൻഡ് ഇറ്റ്സ് ദ ടോപ്പ് മോസ്റ്റ് ലെവൽ. സോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല വ്യൂ ആണ് കാണാൻ. ഓക്കെ, നമ്മുടെ ലൈക്ക് ടോപ്പിലായതുകൊണ്ട് നല്ല വ്യൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, നല്ല രസമുണ്ട്. ഇങ്ങനെ മുകളിൽ എപ്പോഴും ഇങ്ങനെ ചിൽ ചെയ്യാനൊക്കെ നല്ല രസമാണ് കേട്ടോ. എൻ്റെ ദൈവമേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല രസമുണ്ട്. ബട്ട് ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സ്വിമ്മിങ്ങിന് പോകുന്നത്. അപ്പം ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പം നമ്മൾ നാളെ രാവിലെ പോകും. അപ്പം ഞാൻ ഇനി അടുത്ത ഇതൊക്കെ കാണിക്കാം. ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ടാണ് ഇവർ ഇത്രയും കഷ്ടപ്പെട്ട. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്, നഗറ്റ്സ്, പിന്നെ കുറച്ച് കഴിക്കാൻ നിങ്ങൾ കണ്ട പോലെ അതൊക്കെ കഴിക്കാനുള്ള സാധനങ്ങളാണ്. അത് കഴിയുമ്പം ഇനി ഡിന്നറാണ്. അപ്പം നമുക്ക് ഇനി ഡിന്നറിൻ്റെ സമയത്ത് കാണാം. ഡിന്നറിൻ്റെ സമയത്ത് കാണാം എന്തായാലും. ഹലോ ഗായ്സ്, അപ്പം നമ്മളിപ്പം കഴിക്കാൻ വന്നിട്ട് ഞാൻ ജാക്കറ്റിലേക്ക് കയറി. നല്ല മഴയാണ്, തണ്ടർ സ്റ്റോം ആയിരുന്നു. അപ്പം ഞാൻ ജാക്കറ്റിലേക്ക് കയറി. എൻ്റെ അടിയിൽ എൻ്റെ സ്വെറ്റ് ഡ്രസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. ഞങ്ങൾ ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട്, ബാർബിക്യൂ ഗ്രിൽ എന്നൊക്കെ പറയാം. ഞാൻ അതൊക്കെ കാണിച്ചു തരാം, ഷോ യു. നല്ല രസമുണ്ട്, നമുക്ക് കാണാം. ഞാനൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. അപ്പം ഇവിടെ തന്നെയുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ.
പിന്നെ അടിപൊളിയാണ്, നല്ല രസമായിട്ടുണ്ട്. പിന്നെ എല്ലാം ചട്നിയൊക്കെ ഉണ്ട്. അപ്പം നമുക്കിനി കഴിക്കാം. ഓക്കെ ഗായ്സ്, രാവിലെ ആയി. അപ്പം ഇപ്പോൾ ഒരു 7 o'clock ഞാൻ എണീറ്റത്. 7 ആയപ്പോഴേക്ക് രാവിലെ എണീറ്റ് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടക്കാൻ, ഞാൻ അപ്പം ഇങ്ങനെ മോളിയിട്ട് എന്നോട് പോകാനായിട്ട് ഇരുന്നപ്പം ഞങ്ങൾ പോകാനപ്പോൾ ഇവിടുത്തെ ഓണർ വന്നിട്ട് പറഞ്ഞു, എന്താ ഇങ്ങനെ താഴത്ത് പോയി കഴിഞ്ഞാൽ ഒരു വാട്ടർഫോളിൻ്റെ അടിയിൽ ഇങ്ങനെ കാണുന്നൊരു സംഭവമല്ല, ഇങ്ങനെ വെള്ളം ഇങ്ങനെ കിടക്കുന്ന പോണ്ട് പോലെ, ഇങ്ങനെ എന്താ പറയുക, അരുവി എന്നങ്ങാണ്ട പറഞ്ഞത്. അപ്പോൾ ആ സംഭവത്തിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ഓണർ പറഞ്ഞു അത് അങ്ങനെ കുറേ ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ താഴത്തേക്കുണ്ട്. ഇന്നലെ നമ്മൾ മോളിയിട്ട് പോയ വഴിയില്ലേ, അതിൻ്റെ ലെഫ്റ്റിയിട്ട് ഒരു വഴി ഉണ്ടായിരുന്നു. അത് വഴിയിട്ട്, ലെഫ്റ്റ് അല്ല റൈറ്റിയിട്ട് ഒരു വഴി ഉണ്ടായിരുന്നു. അതുവഴിയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ശരിക്കും നാരോ പാത്താണ്, റിയലി ലൈക്ക് പേടിയാവും, ഭയങ്കര പേടിയാവും. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ അപ്പയുടെ കൂടെ പോയപ്പോൾ പേടിയായിരുന്നില്ല. പിന്നെ സെക്കൻഡ് ടൈം ഞാൻ വീണ്ടും പോയപ്പോൾ ശരിക്കും പേടിച്ചു പോയി. ആദ്യം പോയപ്പോൾ അങ്ങ് കൂളായിട്ട് നടന്നു, ബട്ട് സെക്കൻഡ് ടൈം ശരിക്കും പേടിച്ചു. പിന്നെ ഇവിടുന്ന് നല്ല വ്യൂ ആ, എൻ്റെ ദൈവമേ അടിപൊളി. ലൈക്ക് ഞങ്ങൾ ഒത്തിരി ഫോട്ടോസും എടുത്തു. അപ്പം ലൈക്ക് ഭയങ്കര നാരോ ആണ്. പ്ലീസ് കിഡ്സിനെ കൊണ്ടൊക്കെ പോകുമ്പോൾ പാരൻസ് ഉറപ്പായിട്ടും പോകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഭയങ്കര നാരോ, വീണ് കഴിഞ്ഞാൽ പോയി, അത്രേ ഉള്ളൂ. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ലൈക്ക് അത്രയ്ക്ക് നാരോ സ്പേസ് ആണ്, നല്ല ലൈക്ക് ഇതാണ്. സൈഡിൽ ഇവർ അതിങ്ങനെ ഇത് വെച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ പാരൻസ് എടുത്തോണ്ടോ അങ്ങനെ വല്ലതും പോകണം. ഇപ്പം ഞാൻ തന്നെ പിടിച്ച് ഞാൻ ക്യാമറ പിടിച്ചേക്കുവാണ്. അപ്പോൾ എൻ്റെ ബാക്കിലാണ് ഞാൻ ക്യാമറയെ പിടിച്ചുകൊണ്ട് ഫ്രണ്ടിൽ കൂടെ നടന്ന് എൻ്റെ ദൈവമേതാ. പിന്നെ ഇതാ ഇവിടെ ഈ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ ഡാർക്കായിട്ട് ഇങ്ങനെ ഈ ബാംബൂ ട്രീസ് വരുന്നുണ്ട്. പിന്നെ വീണ്ടും ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ ഇതാവും, പുറത്തേക്ക് ഇതാവും. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫസ്റ്റ് ഫേവറേറ്റ് സ്പോട്ട്. അവിടെ എത്തുമ്പോൾ കാണുന്നു, മൈ ഗോഡ് സൂപ്പർ, ഇത് അടിപൊളിയാണ്. നിങ്ങൾ ആദ്യം വരുമ്പോൾ ഇവരുടെ അടുത്ത് ചോദിക്കേണ്ടത് ഈ അരുവിയിലേക്ക് പോകുന്ന അഡ്വഞ്ചർ. അതിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലൈക്ക് എല്ലാം പോകാൻ തോന്നും, അത്രയ്ക്ക് അടിപൊളിയാണ്. കാരണം സൂപ്പർ, ഭയങ്കര അഡ്വഞ്ചർ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര രസമായിരിക്കും. പിന്നെ സൈഡിലൊന്നും ഞാൻ നോക്കുന്നേ ഇല്ല, എനിക്ക് ഹൈറ്റ്സ് ഭയങ്കര പേടിയാണ് ആൻഡ് ഭയങ്കര ഇതാണ്. പിന്നെ ലൈക്ക് ഇതായതുകൊണ്ട് എനിക്ക് ശരിക്കും നല്ല പേടിയാവുണ്ട്. കാരണം ഈ സൈഡിലേക്ക് ഇതാ കണ്ടോ, റോഡാണ് അടിയിൽ, കണ്ടോ ലൈക്ക് ആ ഒരു ഇത് ചെറുതായിട്ട് കാണാം. അപ്പം എന്തായാലും നമ്മൾ അവിടെ എത്തുമ്പോൾ ഈ ഭാഗത്താണ് എൻ്റെ ദൈവം. ഇത് കണ്ടോ, അതാ ഇങ്ങനെ സൈഡിൽ കണ്ടോ, ഇങ്ങനെ പോകണം, അവിടെ പിടിച്ച് നടക്കണം, മനസ്സിലായോ? അപ്പം ഞാൻ ഇതാ കണ്ടോ, ഇത് അപ്പയുടെ കാലിൽ ഈ മറ്റേ ഈ ഒരു കുഞ്ഞു വോം ടൈപ്പ്, ഒരു എന്താ പറയുക, ഒരു വോമാണ്. അപ്പം അത് പറഞ്ഞിങ്ങനെ കടിക്കും, നമ്മുടെ ബാഡ് ബ്ലഡ് കുടിക്കും. അത് ബാഡ് ബ്ലഡ് നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല, ബട്ട് നമ്മുടെ ബാഡ് ബ്ലഡാണ് അത് കുടിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ ഗുഡ് ബ്ലഡ് ഒന്നും കുടിക്കരുതല്ല. അതുപോലെ അത് നമുക്ക് പ്രോബ്ലം ഒന്നുമല്ല, കുഴപ്പമില്ല. ബട്ട് നമുക്ക് വേറെ പോലും എടുക്കില്ല, ഇക്കിളി കൂടുകയുള്ളൂ. ഞാൻ ഇതുവഴി പോണതിന് മുമ്പ് എന്നെ പറഞ്ഞാൽ കടിച്ചിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഇതുവരെ, അതിന് മുന്നേ എന്നെ കടിച്ചിരുന്നു. ചോര നല്ലോണം വരും, ആ ബാഡ് ബ്ലഡ് അങ്ങ് പോവും. ബട്ട് സ്റ്റിൽ അത് കടിക്കുമ്പോൾ ഇക്കിളി കൂടിയുള്ളൂ, അല്ലാണ്ട് വേനെടുക്കത്തില്ല അത്. അപ്പോൾ സാനിറ്റൈസർ ഒഴിച്ചാൽ മതി, കുഴപ്പമില്ല. സാനിറ്റൈസർ ഒഴിച്ച് കഴിഞ്ഞാൽ പോയിക്കോളും അതിൻ്റെ ഇത് വന്നിട്ട്. അപ്പോൾ അതാണ് അവിടെ കണ്ടത്. അപ്പോൾ നമ്മൾ ആൾമോസ്റ്റ് എത്താറായി. ഞാൻ അപ്പയുടെ കയ്യിലേക്ക് ക്യാമറ ഹാൻഡ് ഓവർ ചെയ്തു ആൻഡ് വി ആർ ഗോയിങ്. ഇറ്റ്സ് റിയലി അമേസിങ്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട് ഓഫ് ദിസ് ട്രിപ്പ് വാസ് ദിസ് പ്ലേസ്. അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, എന്താ പറയില്ല, നല്ല ഇഷ്ടപ്പെട്ടു. എന്തായാലും ടെൻറ്റ് എൻ്റെ ലീസ്റ്റ് ഫേവറേറ്റാണ്. കാരണം ടെൻറ്റിൽ പോകുന്നതിന് അവിടെ വലിയ ഇൻട്രസ്റ്റിംഗ് അല്ല, മുകളിൽ നടക്കാം, അല്ലാണ്ട് വേറെ ഇൻട്രസ്റ്റിംഗ് അല്ല. നാച്ചുറൽ പൂളിയിട്ട് അങ്ങോട്ട് പോകുന്നത് അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഇതാണ് മൈ ഫസ്റ്റ് ഫേവറേറ്റ്. അപ്പം നിങ്ങൾക്ക് ചെറുതായിട്ട് ഇപ്പോൾ റോഡിൻ്റെ ഒരു ഗ്ലിംസ് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ലൈക്ക് ഇവിടെ കുറേ ഇങ്ങനെ പൈൻ ട്രീ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം
ഞാനല്ലേ ശരിക്കും പേടിച്ചു പോയി. കാരണം എത്തണില്ലായിരുന്നു, ഞങ്ങൾ എത്ര നടന്നിട്ടും എത്തണില്ലായിരുന്നു. ബട്ട് ശരിക്കും ഇവിടുത്തെ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 150 മീറ്റർ ഇങ്ങനെ നടക്കണം, ഒരു വളവ് പിന്നെ സിക്സാക്ക് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും കറക്റ്റ് തന്നെയാണ്. ബട്ട് എന്തായാലും കുറേ നേരം ഇപ്പം അങ്ങോട്ട് പോകാനായിട്ട് ഒരു 20 മിനിറ്റ്സ് എങ്കിലും എടുക്കും. 20 മിനിറ്റ്സ് ഒരു 30 മിനിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാനായിട്ട്. ലൈക്ക് വൺസ് അങ്ങോട്ട് പോയി തിരിച്ച് നമ്മുടെ ഇവിടേക്ക് എത്താൻ 30 മിനിറ്റ്സ് എങ്കിലും എടുക്കും. നിങ്ങൾ കണ്ടൊക്കെ ഇത് കിട്ടും. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കിങ്ങനെ അഡ്വഞ്ചർ മോസ്റ്റ്ലി ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ആൻഡ് നല്ല വ്യൂ ആണ്, അത് അടിപൊളി വ്യൂ ആണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ. എൻ്റെ വലിയ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് തണുപ്പായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. ഭയങ്കര രാവിലെ എണീച്ച് ഞാൻ നല്ല തണുത്തു, അപ്പം ഞാൻ ഇട്ടത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബേസിക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ വീഡിയോ ലോങ് ആവുമെന്ന് എനിക്കറിയില്ല. ബട്ട് എന്തായാലും എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇത്രയും ക്രിയേറ്റീവായിട്ട് ഇവർ തിങ്ക് ചെയ്തു ഇങ്ങനെ ഈ ഒരു പ്ലേസ്. പിന്നെ ഇവർ എത്ര കഷ്ടപ്പെടണം, ഓരോ വഴികളുണ്ട്. ഞാൻ പറഞ്ഞു തരുന്നത് പാർട്ട് 1 എൻ്റെ ഗ്രാൻഡ് മദർ അവരെ പോയിട്ട് അവർ ലൈക്ക് വേറെ ഏതാണ്ട് ഈ വഴി കൂടെ പോകണ വേറെ ഏതാണ്ട് ഭയങ്കര നാരോ ആയിരുന്നു. എന്നിട്ട് ഇവർ ഒരു ചെടിയിലൊക്കെ പിടിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് നാരോ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലൈക്ക് അത് ശരിക്കും പേടിയാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ പക്ഷേ അവർ തിരിച്ച് നാച്ചുറൽ പൂളിൻ്റെ അവിടെ തന്നെ വന്നെത്തി. അപ്പോൾ പിന്നെ ലൈക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അപ്പോൾ ഏത് വഴി പോയാലും വേറെ വഴിയിലെത്തും. അപ്പോൾ അത്രയ്ക്ക് ലൈക്ക് ഏത് വഴി പോയാലും ഒരു സ്ഥലത്ത് എത്തണം. അത് അത്രയ്ക്ക് ഇത് ചെയ്താലല്ലേ അത്രയും നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്തോരം ലൈക്ക് ഭയങ്കര ഏരിയ ആണ്. അപ്പോൾ അതിനനുസരിച്ച് നല്ല ക്രിയേറ്റീവായിട്ട് തന്നെ അവിടെ ഉണ്ടാക്കുക. പക്ഷെ പേടിയാവും നമുക്ക് കുറച്ച്. തന്നെയൊന്നും ലൈക്ക് ഞാനായാലും എന്തായാലും പോകത്തില്ല തന്നെ, കാരണം നല്ല പേടിയാവും. ഇത്ര കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടേ എനിക്ക് എന്തായാലും പേടിയാണ്. ഞാൻ അങ്ങനെ പോകത്തുമില്ല, എനിക്ക് പേടിയാണ് ഓബ്വിയസ്ലി. കാരണം ഇത്ര ഭയങ്കര കാട്, എന്ത് സംഭവങ്ങളാണ് ഉള്ളതെന്ന് അറിയാൻ പറ്റില്ല. ആനിമൽസൊക്കെ ഉണ്ടാവും, ഡേഞ്ചർ ലൈക്ക്. അപ്പം നമ്മളിതാ സ്ഥലം എത്തിപ്പോയി. ഇതാണ് നമ്മുടെ മറ്റേ ഈ വാട്ടർഫാളിൻ്റെ താഴത്തുള്ളൊരു പാർട്ടാണ്. നല്ല തണുത്ത വെള്ളം. ഇതാണ് വാട്ടർഫാൾ. അവിടെ നിന്ന് നല്ല ഫോട്ടോസ് കിട്ടും. അപ്പം ഇങ്ങനെ വരും, ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന ലൈക്ക് അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കുമായിരിക്കും ഇവിടെ എന്നിട്ട് ഇത് ചെയ്യും. കുറേ ബാംബു ട്രീസൊക്കെ ആയിട്ട് നല്ല കാം ആൻഡ് പീസ്ഫുൾ ഏരിയ ആണ്. ഇവിടേക്ക് ഇരുന്ന് ആനിമൽസൊക്കെ ഉണ്ടോ എനിക്ക് അറിയില്ല, അതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുമില്ല അറിയുമില്ല. ഇവരൊന്നും പറഞ്ഞ് കേട്ടിട്ടുമില്ല. ആനിമൽസ് ഉണ്ടാവില്ലായിരിക്കും മേ ബി, കാരണം അല്ലെങ്കിൽ ഇവരിങ്ങനെ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് വിടില്ലല്ലോ. ആനിമൽസ് ഉണ്ടെങ്കിൽ അവർക്ക് റിസ്ക് അല്ലേ, അപ്പം അങ്ങനെ വിടില്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഹോപ്പ് ചെയ്യുന്നു. അപ്പം ഇതാണ് നല്ല ബ്യൂട്ടിഫുള്ളി ലൈക്ക് നല്ല രസമാണ്. ഇതൊക്കെ നാച്ചുറലാണ്. ഗായ്സ്, അപ്പം ഇപ്പോൾ രാവിലെയാണ്, ഞങ്ങളിപ്പോൾ പോകാൻ ഇറങ്ങുവാണ്. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ എവിടെയെങ്കിലും നിർത്തും. അപ്പം വിൽ സീ ദാൻ. അപ്പം ദാറ്റ്സ് ഇറ്റ്. ലൈക്ക് ഇവിടുത്തെ കഴിഞ്ഞു 12 PM ഞങ്ങൾ ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇറങ്ങാൻ പോവാണ്. രാവിലെ ഞാൻ 7 o'clock ആയപ്പോൾ എണീറ്റു. അപ്പം ദാറ്റ്സ് ഇറ്റ് ഗായ്സ്. ഹലോ ഗായ്സ്, അപ്പം നമ്മളിപ്പം ഇവിടെ നിർത്തിയേക്കുവാണ്. ഭക്ഷണം ഞാൻ കഴിക്കുന്ന കാണിക്കാൻ പറ്റിയില്ല, ആരും വീഡിയോ എടുക്കാനും ഉണ്ടായില്ല. അപ്പം ലൈക്ക് എല്ലാവരും കഴിക്കുമായിരുന്നു, സോ ആരും വീഡിയോ എടുക്കാൻ ഉണ്ടായില്ല. അപ്പം ലൈക്ക് ഇപ്പം ഞങ്ങൾ ലൈക്ക് ഒരു റോഡിൻ്റെ നടുവിലല്ല, പക്ഷേ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം ഈ ഒരു സ്ഥലം. സോ ഇതാണ് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം പോലെയൊക്കെ തന്നെ. സോ അപ്പം ലൈക്ക് ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ലൈക്ക് മോളിയുടെ ഫുൾ
ഞാൻ റോഡ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റോഡ്, ഇതാണ് റോഡ് ഏരിയ. അത് സോ അപ്പം അതായിരുന്നു ലൈക്ക് റോഡ് ഏരിയ. സോ യപ്പ് ആൻഡ് ഇറ്റ്സ് റിയലി ക്യൂട്ട്. സോ യപ്പ് ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു ഏരിയ. ലൈക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് ലൈക്ക് ഞങ്ങളൊരു ലൈക്ക് റിമോട്ടായിട്ട് സ്ഥലത്തൊന്നും വന്നിട്ടില്ല. ഇത് റോഡാണ്, മെയിൻ റോഡാണ്. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ ഈ സംഭവങ്ങളുണ്ട്, ഇങ്ങനെ ഇതുപോലത്തെ ബോക്സ് പോലെ. അവിടെ ഞങ്ങൾ കുക്ക് ചെയ്ത് തിന്നുവാണ്. അപ്പം ലൈക്ക് സൂപ്പർ ഇടി. അവിടെ ഒരു വെള്ളച്ചാട്ടം ഞാൻ കാണിച്ചു തരാം. സൂപ്പർ അങ്ങ് ദൂരെ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതറിയില്ല. അതൊരു വലിയ ലൈക്ക് വെള്ളച്ചാട്ടമാണ്. ലൈക്ക് സൂപ്പർ ഇടി. എന്തായാലും ദാറ്റ് വാസ് സോ ക്യൂട്ട്. അപ്പം ദാറ്റ്സ് ദാറ്റ്. ഇതൊരു അടിപൊളി സ്ഥലമാണ്. ഇങ്ങനെ മൗണ്ടൻ ലൈക്ക് വാട്ട് ഇങ്ങനെ മുകളിലിട്ട് അടിപൊളിയാണ്. അപ്പം ദാറ്റ്സ് ഇറ്റ്. ഇനി ഞാൻ വീട്ടിൽ നേരെ പോവാണ്. സോ പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പം പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ വീഡിയോ എടുക്കുന്നത്. അപ്പം പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനിവിടെ വെച്ച് വീഡിയോ എൻഡ് ചെയ്യാണ്. ഇനി നേരെ വീട്ടിയിട്ടാണ്. സോ വേറൊരു കാര്യം പറയാൻ മറന്നു. എന്താ നമ്മുടെ ഈ വീഡിയോയുടെ അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം. ആ കാര്യമാണ് പറയാൻ പറഞ്ഞത്. എനിക്കാകെ തപ്പിപ്പിടിക്കുകയാണ് ഞാൻ. സോ സബ്സ്ക്രൈബ്, പ്ലീസ് സബ്സ്ക്രൈബ്, give a big thumbs up, share to your friends so they can also enjoy. And yeah, so bye bye.